ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി 129 പോയിന്റ്സ് പോസിറ്റീവായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. മോർണിംഗ് ഒരു ഗ്യാപ്പ് അപ്പ് വന്നു, പിന്നെ അതിനുശേഷം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ ഫുൾ ഡേ സൈഡ് വേസിലാണ് പോയത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്തിട്ടുണ്ട്. 165 പോയിന്റ്സ് ക്ലോസ് പോസിറ്റീവായിട്ട് ക്ലോസ് ആയി. പക്ഷേ ക്യാൻഡിൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇനി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ. അല്ല, ഡബിൾ ബോട്ടം ഫോം ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 47,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 48,000 ദെൻ 52,000 ആ ഒരു റേഞ്ച് പോകാം. ബട്ട് സ്റ്റിൽ ക്യാൻഡിൽ നെഗറ്റീവായിട്ട് ക്ലോസ് ആയതുകൊണ്ട് താഴെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, സോ നിഫ്റ്റി പോസിറ്റീവും ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ്. സോ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നെയാണ്. ഇൻഡിസിഷനായിട്ട് നമുക്ക് മാർക്കറ്റ് എങ്ങനെ പോകും എന്നുള്ളത് ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂഷൻ മോഡ് തന്നെയാണ്. നിഫ്റ്റി 22,000 എബവ് ക്ലോസ് ആയി. സെൻസസ് 376 പോയിന്റ്സ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോ, IT, ഫാർമ സെക്ടറൊക്കെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് വിപ്രോ സ്റ്റോക്കാണ്. ബിഗ്ഗസ്റ്റ് ലൂസർ പവർ ഗ്രിഡ് കോർപ്പറേഷൻ. നിഫ്റ്റി ഓട്ടോ സെക്ടർ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി എനർജിയാണ് വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ വന്നു നോക്കാം. ഇതിൽ ഫസ്റ്റ് നാഡ്കോ ഫാർമ എടുത്തു പറയുന്ന സ്റ്റോക്കാണ്. 15.71%. ഇത് നമ്മൾ ഡിസംബറിൽ എങ്ങാനോ പറഞ്ഞൊരു സ്റ്റോക്കാണ്. ബട്ട് ഇപ്പോഴാണ് അത് നല്ലൊരു കയറി വന്നിരിക്കുന്നത്. സോ അതാണ് സ്വിംഗ് ട്രേഡ് ആകുമ്പോൾ നമുക്ക് ടൈമുണ്ട്. സോ ടൈം എടുത്ത് തന്നെ നമ്മൾ സ്റ്റോക്ക് വെയിറ്റ് ചെയ്യണം. അല്ലാതെ ഇന്നിപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു നാളെ തന്നെ ഉടനെ കയറും എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. മാർക്കറ്റ് ഡയറക്ഷൻ അനുസരിച്ച് സ്റ്റോക്കിൽ മാറിക്കൊണ്ടിരിക്കും. സോ സ്വിംഗ് ട്രേഡിംഗ് ആണ് ബെസ്റ്റ്. കാരണം നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്ത് സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ള പ്രോഫിറ്റ് കിട്ടും. സോ ഈ ഒരു സ്റ്റോക്ക് ഇനി നെക്സ്റ്റ് 1,200 ആ ഒരു റേഞ്ച് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. സോ നെക്സ്റ്റ് സ്റ്റോക്ക് NIACL, ഇന്ത്യ അഷുറൻസ് 15.59 വന്നു കഴിഞ്ഞു. അതുപോലെ റെയിൻ ഇൻഡസ്ട്രീസ് 11.23% വന്നിട്ടുണ്ട്. ദെൻ വോക്ഹാർഡ് ഫാർമ, വോക്ഹാർഡ്, ഇതെല്ലാമാണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് ജസീം ഇൻഡസ്ട്രീസ് 2,106 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഒരു ബോക്സ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ 2,182 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2,500 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ വോഡാഫോൺ ഐഡിയ, സോ ഇങ്ങനെ 15 ആ ഒരു പ്രൈസ് റേഞ്ചിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ 16 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 25 നേരത്തെ പറഞ്ഞ ടാർഗറ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ സെഞ്ച്വറി പ്ലൈബോർഡ്, അതും ഇന്ന് വലിയ പെർഫോമൻസ് ഒന്നുമില്ല. 750 ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. 875 വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് 21% കയറാനുള്ള സാധ്യതയുണ്ട്. ദെൻ ബന്ധൻ ബാങ്ക് 201, 254 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. റിവേഴ്സിലാവുന്ന ഒരു സ്റ്റോക്കാണ്. 182 വന്നിട്ട് മുകളിൽ ആ ഒരു റേഞ്ചിൽ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ആണെങ്കിൽ 254 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും സ്റ്റോക്ക് എന്ത് ചെയ്യുക, ടെക്നിക്കലായിട്ട് വാല്യുവേഷൻ, അതുപോലെ ഫണ്ടമെൻ്റലായിട്ട് സ്റ്റോക്ക് ചെക്ക് ചെയ്യുക. അതുപോലെ സെക്ടർ വൈസ് സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇതെല്ലാം മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഈ സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നല്ല ഒരു സ്റ്റോക്കാണ്. സോ ഇന്നിപ്പോൾ ഡൗൺ ആണെന്ന് നിങ്ങൾ നോക്കണ്ട. സോ 755 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 860 ടാർഗറ്റ്
എക്സ്പെക്ട് ചെയ്യാം. 16% ഉയരാൻ സാധ്യതയുണ്ട്. ടൈം ഫ്രെയിം 2 weeks to 1 month ആണ്. ഓക്കെ, സോ അത് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു സ്റ്റോക്ക് നല്ല റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള, എസ്പെഷ്യലി ഈ ഒരു ബാങ്കിങ് സെക്ടറിൽ പബ്ലിക് ബാങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നല്ല പോകാൻ സാധ്യതയുണ്ട്. ദെൻ AG's ലോജിസ്റ്റിക്സ് 436 rupees ട്രേഡ് ചെയ്യുന്നു. 489 എന്ത് ചെയ്യുക, പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 489. സ്റ്റോപ്പ് ലോസ് 395 വെക്കുക. 50% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 16% റിട്ടേൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റോക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് PNB 130 rupees ട്രേഡ് ചെയ്യുന്നു. 155 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 117 വെക്കാം. 20% ഉയരാൻ സാധ്യതയുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ 566 rupees ട്രേഡ് ചെയ്യുന്നു. 600 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 671 വരെ പോകാൻ സാധ്യതയുണ്ട്. 17% വരെ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 527 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇതല്ലാതെ വേറെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ്, ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ന് 5.77% വരുന്നിട്ടുണ്ട്. സോ 1200 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1500 വരെ പോകാൻ സാധ്യതയുണ്ട്. 25% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ദെൻ പേടിഎം എന്ന് പറയുന്ന ഈ ഒരു 197 കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു സ്റ്റോക്ക് 341 rupees ട്രേഡ് ചെയ്യുന്നു. റിവേഴ്സൽ സ്റ്റോക്കാണ്. സോ ഇതിൽ 16% ഉയരാൻ സാധ്യത, 400 to 500 വരെ പോകാൻ സാധ്യതയുണ്ട്. 16% 50% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ബട്ട് ഇതിൽ എപ്പോൾ എക്സിറ്റ് ആകണം എന്നുള്ളത് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്, ബേസ്ഡ് ഓൺ യുവർ ക്യാപിറ്റൽ ആൻഡ് റിസ്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രൈഡൻ നല്ല ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 45 rupees ട്രേഡ് ചെയ്യുന്നു. 46 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 60 പോകാൻ സാധ്യതയുണ്ട്. 31% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. SBI ലൈഫ്. ഓക്കെ, SBI ലൈഫ് 1508 rupees ട്രേഡ് ചെയ്യുന്നു. 1750 വരെ പോകാൻ സാധ്യതയുണ്ട്. 16% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് 268 rupees ട്രേഡ് ചെയ്യുന്നു. 300 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 329 അല്ലെങ്കിൽ 330 വരെ പോകാൻ സാധ്യതയുണ്ട്. 12 to 23% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ഏകദേശം ഒരു 9 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിട്ടിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് കോൾസുകൾ തുടങ്ങി. അപ്പോൾ ഇൻട്രാഡേ ഇതുപോലെ ഡെലിവറി എല്ലാം, അപ്പോൾ ആ ഒരു കോൾസ് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ന്യൂസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻട്രാഡേയുടെ കോൾസ് എല്ലാം നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അതുപോലെ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. നന്ദി, നമസ്കാരം.